ത്തിന്റെ പേര് ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു, വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കായി സംസാരിക്കുന്ന ഒരു വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ കിച്ചുവും ഫാദറും ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ഞാൻ രാവിലെ ഈ വർക്കിന് പോയി, വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ടോപ്പിക്കുകൾ റെഫർ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണോ ഫ്രീ കിട്ടുന്ന ആ ടൈമിൽ ഇരുന്ന് ടോപ്പിക് റെഫർ ചെയ്യും. നെക്സ്റ്റ് ഡേ വൈകുന്നേരം വന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ഈവൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് രേണു, കിച്ചു, പിന്നെ ഫാദർ ബിഷപ്പ്, ഇങ്ങനത്തെ കുറേ കോണ്ടൻറ്റുകളാണ്. അപ്പം ഞാനിതൊക്കെ സ്കിപ്പ് അടിച്ച് വിട്ടതാണ്. കാരണം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എൻ്റെതായ ഒരു സ്റ്റാൻഡ് എടുത്ത് ഞാൻ പറഞ്ഞതാണ്, ഇനി അവരുമായി ബന്ധപ്പെട്ട അല്ലെ ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ മുഖം കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യില്ല എന്നുള്ളത്. അത് ഞാൻ ചെയ്തിട്ടും ഇല്ല, ഞാനതിട്ട് ചെയ്യൂ ഇല്ല. അപ്പം ഞാൻ എല്ലാം സ്കിപ്പ് അടിച്ച് വിടുകയാണ്. പിന്നെയാണ് ഒരു കോൺട്രവേഴ്സി കണ്ടത്, ഫാദർ ബിഷപ്പ് നോബിൾ. ഞാൻ ഈ ടോപ്പിക്ക് റെഫർ ചെയ്യില്ല എന്ന് കൺഫേം ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം ഈ വീഡിയോയിലോട്ട് വലിച്ചു വാരി നോക്കാനും നിന്നില്ല. എന്നാൽ ഇന്ന് ചില ക്ലിപ്പ് ബൈറ്റ്സുകൾ, ഷോർട്സുകൾ ഇങ്ങനെ ഈ വീഡിയോയെ ബന്ധപ്പെട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് സംസാരിക്കേണ്ട ഒരു സാധനമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അവരെ ടോപ്പിക് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. സോ അവരെ ഫേസ് ഇതിൽ കാണിക്കാത്ത തരത്തിൽ ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് പറയാനുള്ള എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വരാൻ പോകുന്നൊരു കമൻ്റ് ആയിരിക്കും, നീ അല്ലേ പറഞ്ഞേ ഇനി ടോപ്പിക്ക് ചെയ്യില്ല, പിന്നെ നീ ഇപ്പോൾ ഇവിടെ നിന്നാണ് കുത്തി മുളച്ച് വന്നതെന്നൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാധനം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആകെ എടുത്ത് സംസാരിക്കാൻ പോകുന്നത് ഫാദർ ബിഷപ്പ് എന്താണ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ആ പറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒപ്പീനിയനാണ്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കേണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ് ഈ കോൺട്രവേഴ്സിയുടെ ഒരാരംഭം? നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നെഗറ്റീവ് കോൺട്രവേഴ്സിയിൽ കൂടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു ഓഫ് കോഴ്സ് നമ്മളുടെ ഈ വ്യക്തി, രേണു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് ആൾക്ക് രോഗം ഡയഗ്നോസ് ചെയ്യുന്നു. അതോടുകൂടി പിന്നെ ആ ഒരു ചാപ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഈവൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വരെ വളരെയധികം വിട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ അസുഖത്തിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നറിഞ്ഞ് റിയലൈസ് ചെയ്ത ആൾക്കാരൊക്കെ അത് വിട്ടു. പിന്നെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. ആളുടെ ചാനൽ വളരെ ആക്റ്റീവ് ആവുന്നു, യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആവുന്നു. കാരണം ഓഫ് കോഴ്സ് എല്ലാം ആക്റ്റീവ് ആക്കിയേ പറ്റൂ. സബ്സ്ക്രിപ്ഷനിലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് വരുന്നു. അത് ഓഫ് കോഴ്സ് ഇങ്ങനെ ഞാൻ ആളുടെ സ്റ്റോറീസൊക്കെ നോക്കുന്ന സമയത്ത് സ്റ്റോറിയിൽ ഇങ്ങനെ കാണിക്കാം, പോസ്റ്റഡ് സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞുള്ള സാധനം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്റ്റീവായി വരുന്നു. ആ ടോപ്പിക്ക് പതിയെ എല്ലാവരും മറന്ന് വേറെ പല ടോപ്പിക്കുകളും പല കോൺട്രവേഴ്സികളിലോട്ട് ഇങ്ങനെ എല്ലാം പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം പെട്ടെന്ന് ആളുടെ പ്രൊഫൈലിൽ നിന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ആക്റ്റീവ് അങ്ങ് കൂടി. ഒരു വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം അത് ആക്റ്റീവിൻ്റെ ഒരു പീക്ക് ലെവലാണ്. അതിന് 2-3 റീസൺസ് ഉണ്ടാവാം. ഒന്ന്, പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ഓഫ് കോഴ്സ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുടെ മൈൻഡ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, മൈൻഡ് കൂളാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ഒക്കെ അവർക്ക് അവരുടേതായ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതവിടെ കിടക്കട്ടെ ഒരു സൈഡിൽ. അപ്പം അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പൊതുവെ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത്, ഈ ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നാലും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ മറക്കില്ല. അതൊരു പൊതു തത്വമാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 10-20 വീഡിയോസ് നിങ്ങൾ ചാനലിലിട്ടു, പിന്നെ അങ്ങോട്ട് ഒരു 10 വീഡിയോ നിങ്ങൾ പാർട്ട്ണറിൻ്റെ കൂടെ ഇല്ലാത്ത ഇട്ടാൽ നേരെ വരുന്ന കമൻറ്റാണ്, എവിടെ പോയി. അപ്പം നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫിൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ഫ്രീഡം പൊതുവേ നമ്മുടെ വ്യൂവേഴ്സിന് കിട്ടുകയാണ്. അതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല, നമ്മളായിട്ടാണ് ഓരോന്ന് കാണിച്ച് കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മേ ബി ഒരുപാട് ക്വസ്റ്റ്യൻസോ കമൻസോ DMs ഒക്കെ വന്നിട്ടുണ്ടാവും, വേർ ഇസ് കിച്ചു. ഈവൻ ഏറ്റവും ദേഷ്യമുള്ള വ്യക്തിക്കാണെങ്കിലും വെറുപ്പുള്ള വ്യക്തിക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തിക്കാണെങ്കിലും നമ്മൾ അവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നല്ല രീതിയിൽ വിഷ് ചെയ്ത് മാറുക എന്നുള്ളതാണ് ഒരു പാർട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും
ഇന്ന സൈഡ് ഓഫ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഈ ഒരു കൈൻഡ് ഓഫ് കാര്യങ്ങളായിരിക്കാം. അത് കാണാണ്ട് വന്നപ്പോൾ ചോദ്യം വരികയും ആ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ വ്യക്തി അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നെ വന്ന് കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പം ഇങ്ങനെ ഒരു സാധനം വന്നതോടുകൂടി ഡെഫിനറ്റ്ലി 99% അല്ലെങ്കിൽ 95% ഓഫ് ഹെയ്റ്റും ഇവർക്കാണ് പോവുക. ബിക്കോസ് ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തി ഇസ് ഡയഗ്നോസ്ഡ് വിത്ത് എ ഡിസീസ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറേ ഹെയ്റ്റ് സ്പ്രെഡ് ആവുന്നു, കുറേ ചോദ്യങ്ങൾ വരുന്നു. അങ്ങനെ ആൾ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഒരു സാധനം അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വളരെ ക്ലിയർ ആയിട്ട് പറയാം, എനിക്കൊരു കോക്കനട്ട് വാട്ടറിൻ്റെ ഒരു അംശം പോലും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാനിത് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് എടുത്ത് വെച്ച് ഞാൻ റിയാക്ട് ചെയ്തോന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ എനിക്ക് തീരെ ഡൈജസ്റ്റ് ആയിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ആളുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ദറ്റ് വീഡിയോ ഇസ് ലൈക്ക് 1-2 minutes. മേ ബി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ആൾ കൺവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു കാണാൻ പോകുന്നില്ലേ എന്ന്. ഞാൻ കാണാൻ പോയി, ഋതപ്പനെ കണ്ടു, മിണ്ടി തിരിച്ചു വന്നു. പക്ഷെ എൻ്റെ ഒരു ആക്ച്വൽ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വന്നിട്ട് ആളുടെ സബ്സ്ക്രിപ്ഷനിൽ ലീക്കായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഈവൻ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലെടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ള ആ വീഡിയോ സൈഡിൽ കൂടെ കാണിക്കുന്നു. എന്നിട്ട് ആൾ പറയുന്നു എന്താണ് ഈ ഒരു സാധനം ഒരു മകനും ഡൈജസ്റ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ എനിക്കും ഇതങ്ങ് ഡൈജസ്റ്റ് ആയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ചാറ്റ് ചെയ്ത് കൺവേ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം ഇടാൻ പാടില്ല എന്നുള്ളത്. അത് ചെയ്തല്ലോ എന്നൊക്കെ വേണ്ടൊരു സാധനം. ഇത് വർത്താനാവുന്നു, ഡയലോഗാവുന്നു, പലരും എടുത്ത് റിയാക്ട് ചെയ്യുന്നു. ഈവൻ ഇതിൻ്റെ ഷോർട്സ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് എനിക്ക് കുറേ കമൻറ്റ്സ് ഇങ്ങനെയാണ് വന്നത്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറയുന്നത്, മറ്റേത് പറയുന്നത്, മറിച്ചത് വേറൊരാളാണ് കമൻറ്റ്സ് വന്നു. അപ്പോൾ ഈ കമൻറ്റ്സ് വന്നു. ഞാനതിൽ എൻ്റെ അഭിപ്രായം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇതിനെ ഞാൻ 2 രീതിയിൽ പറയുകയാണ്. ഫ്രം കിച്ചൂസ് ആംഗിൾ, ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തിയുടെ ആംഗിളിൽ പറയുകയാണ്. കിച്ചുവിൻ്റെ ആംഗിളിൽ കിച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളാണ് ആളുടെ മദറുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത്. അത് ഡെഫിനറ്റ്ലി ആൾക്ക് ചിലപ്പോൾ ദേഷ്യമാവാം, വെറുപ്പാവാം, എന്തും ആവും. ആ വെറുപ്പ് മറക്കാൻ ഈ പർട്ടിക്കുലർ വ്യക്തിനെ കൊണ്ട് ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. പിന്നെ എത്രയൊക്കെ ആണെങ്കിലും 19-20 വയസ്സുള്ളൊരു കുട്ടിയാണ്, അല്ലെ 21-22 വയസ്സുള്ളൊരു കുട്ടിയാണ്. അത്രമാത്രം മെച്യൂറായി എല്ലാ കാര്യങ്ങളും അങ്ങ് അംഗീകരിച്ച് അയ്യോ എന്ന് പറഞ്ഞ് തിരിച്ചിടാൻ ആംഗിളുള്ളതല്ല. ഈവൻ ഒരു അത്യാവശ്യം വീഡിയോന് താഴെ വരുന്ന നെഗറ്റീവ് കമൻസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നല്ല ഏജുള്ള ആൾക്കാരും നെഗറ്റീവ് കമൻസ് ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വരെ ഈ ഒരു അസുഖമാണെന്ന് മനസ്സിലാക്കി മാറാൻ പറ്റാത്ത കാറ്റഗറി ഓഫ് ആൾക്കാർ എങ്ങനെയാണ് ഒരു കുട്ടീനെ കാണുന്ന സമയം കുട്ടി എങ്ങനെയാണ് പെട്ടെന്ന് മറക്കുക, അതും സ്വന്തം അമ്മയാവുമ്പം ലൈക്ക് സ്റ്റെപ്പ് മദർ ആവുന്ന സമയത്ത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ പറഞ്ഞു. എന്നാലും അറ്റ് ദ സൈഡ് നമ്മൾ പറഞ്ഞ അസുഖമാണ്, എപ്പോഴാണ് എന്താ സംഭവിക്കാറില്ല, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും പറഞ്ഞത്. എന്നാൽ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിഷയം ഇങ്ങനെ കത്തിപ്പൊകഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നു. ഈ വീഡിയോന് ഒരു റിയാക്ഷനായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നു. അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പിന്നെ ഇങ്ങനെ പോകും. അപ്പോഴാണ് ഫാദർ ബിഷപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ വരികയും ഇൻ്റർവ്യൂവിൽ ഫാദർ ബിഷപ്പ് കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് ഫാദർ പറഞ്ഞ ഓരോരോ കാര്യങ്ങളിലോട്ട് മെല്ലെ മെല്ലെ നോക്കാം. ഞാൻ ഇത്രത്തോളം വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ട് ആർക്കും ബോറടിക്കരുത്. ഞാൻ പറയാനുണ്ടായിരുന്ന ഒരു മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ, കാരണം ഞാൻ ഈ ഒരു യൂണിവേഴ്സിലോട്ട് ഇറങ്ങിയിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ യൂണിവേഴ്സിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫാദർ ബിഷപ്പിൻ്റെ ഇൻ്റർവ്യൂലോട്ടാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കയ്യിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യണ്ട. അതുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുതി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ കൂടെ ഒരു തീരുമാനമാണ്. ഈ ഒരു സാധനം കണ്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ക്ലിയറായി പറയാം, ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഈ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തത് കണ്ടിട്ടില്ല. ഈവൻ കുറേ പേര് ചെയ്ത വീഡിയോസും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ 1-2 ആൾക്കാരുടെ വീഡിയോസ് മാത്രമാണ് എന്ത് ചെയ്തത് ഇരുന്ന് കണ്ടത്. അപ്പം ഞാൻ ആദ്യം ആലോചിച്ചത് ഫാദറാണോ ഇത് പറയുന്നേ എന്നുള്ളതാണ്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഫാദറാണോ ഇത് പറയുന്നത്, അല്ലെങ്കിൽ ഫാദറിൻ്റെ വായിൽ നിന്നാണ് വരുന്നത്, ഫാദർ ഇങ്ങനെ സംസാരിക്കുമോ എന്നുള്ളൊരു സാധനമാണ്.
അപ്പം ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നിങ്ങൾക്കറിയാം ഫാദറും ഈ പെർട്ടിക്കുലർ വ്യക്തിയായിട്ട് നമ്മുടെ രേണുവായിട്ടും ഒരുപാട് കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ആൻഡ് നല്ല രീതിയിൽ മോശപ്പെട്ട വാക്കുകൾ ഫാദറിനെ കയറി വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഫാദർ എന്തോ ഒരു കേസിലോട്ട് പോവുകയും നമ്മളെല്ലാവരും അത് സോഷ്യൽ മീഡിയയിലെടുത്ത് സംസാരിക്കുകയും റിയാക്ട് ചെയ്യുകയും ഷോർട്ട് വീഡിയോസ് ഇടുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷമാണ് ആൾക്ക് ഇങ്ങനൊരു ഇത് വരുന്നതും ഫാദർ മാറി ചിന്തിക്കുന്നതും ഫാദർ എല്ലാം വിടുന്നതും. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു കാര്യം. ഒരു മനുഷ്യന്മാർക്ക് വേണ്ട ഒരു ഇന്നർ ക്വാളിറ്റിയാണ്. കാരണം എന്തൊക്കെ നമ്മളോട് ചെയ്താലും, വെറുപ്പ് ചെയ്താലും, അത് ചെയ്താലും വയ്യ എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളുടെ ആ വെറുപ്പും ദേഷ്യവും വാശിയും എല്ലാം മാറ്റിവെച്ച് അയാളുടെ കൂടെ ചേർന്ന് നിൽക്കുക, അയാളുടെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് ക്വാളിറ്റി. തുറന്നു പറയുന്നത് ക്വാളിറ്റി. അതിന് ഞാൻ ഒരിക്കലും ഒരു രീതിയിലും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇവിടെ ഫാദർ ചിലപ്പോൾ ഉദ്ദേശിച്ചത് ഒരു അസുഖമുള്ളൊരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ പാടുമോ എന്നുള്ളൊരു സാധനമായിരിക്കും. ഫാദർ അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇറ്റ്സ് കറക്റ്റ്. പക്ഷേ എങ്ങനെ ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഈ വിഷയത്തെ സംസാരിക്കണമായിരുന്നു എന്നുള്ളൊരു സാധനം മാറിപ്പോയത്. ഇവിടെ ഫാദറിൻ്റെ ആംഗിളിൽ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യില്ല. ഈവൻ ഞാനും ആ പല വീഡിയോകളുടെയും ഷോർട്സ് ചെയ്ത സമയത്ത് ഞാനും ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിടുക, അവരുടെ അവസ്ഥ മനസ്സിലാക്കുക, കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഫാദർ ഉപയോഗിച്ച ഒരു ഭാഷ എൻ്റെ വീട്ടുവളപ്പാണ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി വീട്ടിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. കിച്ചുവിന് എഗെയിൻസ്റ്റ് ഒരു 10-50 ഏർ വന്നാൽ മാത്രമേ അവൻ തിരിച്ച് ഒരു ഏർ എറിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ എടുത്ത് നോക്ക്, എത്ര കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ട്. എത്ര കോൺട്രവേഴ്സി ബിഫോർ ഈ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് എത്ര കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. കിച്ചു റിയാക്ട് ചെയ്യേണ്ടതായ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ട് പോലും അവൻ റിയാക്ട് ചെയ്യാണ്ട് അവൻ അവൻ്റെ കാര്യങ്ങളുമായി അവൻ്റെ സ്റ്റാൻഡുമായിട്ട് അവൻ മിണ്ടാണ്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം അവൻ ഒരിക്കലും ഈ അനാവശ്യമായിട്ടുള്ളൊരു വള്ളി പിടിക്കാൻ വേണ്ടിയിട്ടോ അവരെ റിയാക്ട് ചെയ്തുകൊണ്ടോ ഒരു ഫാമിലീൻ്റെ കോണ്ടൻറ്റ് എടുത്തുകൊണ്ടോ റീച്ച് ഉണ്ടാക്കാനൊന്നും ശ്രമിക്കുന്ന ആളല്ല. അത് നിങ്ങൾക്ക് ആദ്യം തൊട്ടിട്ടുള്ള വീഡിയോസ് കണ്ടാലേ അറിയാം. അപ്പോൾ ആ ഒരു വ്യക്തി ഒരിക്കലും അവിടെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഈ കണ്ടൻറ്റ് വലിച്ചു കൊണ്ടുപോകാനോ ഒന്നും നിൽക്കില്ല. അവൻ്റെ ഉള്ളിലുള്ള ഹേറ്റ് ഈസ് ഹേറ്റ്, അതവിടെ നിൽക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരാളുടെ മനസ്സിൽ, ഇപ്പോൾ എന്നോട് എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളുടെ തന്നെ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉള്ളവരുണ്ട്, നെഗറ്റീവ് അപ്രോച്ചും ഉണ്ട്. ഞാൻ എങ്ങനെ വീഡിയോ ചെയ്താലും നിങ്ങളുടെ അപ്രോച്ച് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുക. ഞാൻ നാളെ വന്ന് കാല് പിടിച്ച് വീഡിയോ ചെയ്താലും അതിലും കുറ്റം പറയുന്ന ഒരു 10-20 പേരുണ്ടാവും. ചിലപ്പോൾ ഈ വീഡിയോയിലും കുറ്റം പറയുന്ന ഒരു 10-20 പേരുണ്ടാവും. നിങ്ങളുടെ അപ്രോച്ച് എനിക്ക് ഒരിക്കലും മാറ്റാനോ കറക്റ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പം അവൻ്റെ മനസ്സിലുള്ള ആ സാധനത്തെ നമുക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് എടുത്ത് കളയാനോ മാറ്റാനോ പറ്റില്ല. ഗ്രാജുവലി അവനുണ്ടാക്കിയുള്ള മുറിവുകൾ അങ്ങനെയാണ്. ഇപ്പോൾ ബാക്കിയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് എന്താ, നമുക്കിത് നമ്മളുടെ ഒരു കോണ്ടന്റ്, നമ്മളുടെ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നു, സംസാരിക്കുന്നു, വിടുന്നു. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓക്കെ, ആ ടോപ്പിക്കിന് ചെയ്യുന്നില്ല, അത്രയും നമുക്കുള്ളൂ, വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കുള്ളൂ, ഇനി ചെയ്യേണ്ട, അവരെങ്ങനെയാ പോട്ടെ എന്നൊരു സാധനമാണ്. പക്ഷെ അവൻ അങ്ങനെയല്ല. അവന് അച്ഛൻ നഷ്ടപ്പെട്ടു, അമ്മ ആദ്യ ലൈഫിൽ സ്വന്തം അമ്മ ഇല്ലാണ്ടായി, രണ്ടാമത് വന്ന അമ്മ പോയി, മൂന്നാമത് വന്ന ഒരമ്മ, ആ അമ്മേൻ്റെ പേരിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ, അത് സോഷ്യൽ മീഡിയയിൽ അവനിലുണ്ടാക്കുന്ന ഒരു മാസീവ് സൈബർ ബുള്ളിങ്, വരുന്ന ചോദ്യങ്ങൾ, അതൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞ് അടയ്ക്കാൻ പറ്റില്ല. ആ റിയാലിറ്റി മനസ്സിലാക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഫാദറിനെ പോലെയുള്ള ആൾ. ഫാദർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പള്ളീൻ്റെ ചുറ്റുമുള്ള എല്ലാ മെമ്പേഴ്സിനെയും ടേക്ക് കെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന, അവർക്ക് താങ്ങായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഫാദറിന് ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഫാദർ ഈ ഒരു അപ്രോച്ച് എടുത്തല്ലോ, എന്തിനാണ് ഫാദർ ഈ ഒരു ഹാഷ് ഭാഷയിൽ സംസാരിച്ചത് എനിക്കറിയില്ല. ഒന്നാമത് ഞാൻ ഹിന്ദു റിലീജിയനിലുള്ളത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഈ പള്ളിയിലച്ഛൻ ഫാദർമാരെ ഒന്നും കുറേ ഇങ്ങനെ അവരുടെ ഒരു രീതിയെ കുറിച്ച് എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റെ ചുറ്റും ഏരിയകളിൽ, അല്ലെങ്കിൽ ഞാൻ പണ്ട് പഠിച്ച ലിസ കോളേജിലായിരുന്നു, അവിടെ അച്ഛന്മാരുടെ കോളേജാണ്. അപ്പം ഞാൻ ഒരുപാട് അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജിലെ ഡയറക്ടർ അച്ഛന്മാരായിരുന്നു. പിന്നെ അച്ഛന്മാരുടെ തന്നെ പല പള്ളിയിൽ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ, നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇവരുടെ പ്രാർത്ഥനകൾ പള്ളിയിൽ കാണാൻ പറ്റുമായിരുന്നു. കാണാൻ കുർബാന മീൻസ് ഈ അപ്പവും വീരും കാണുന്ന സമയത്തൊക്കെ വളരെ സ്വീറ്റായിട്ട് സംസാരിക്കുന്ന ഒരാൾ, എന്ത് വിഷയം സംസാരിക്കുകയാണെങ്കിലും അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അപ്പോൾ ആ ഫാദർ ദിസ് ലൈക്ക് ഇങ്ങനെ ആയിപ്പോയി. ഞാൻ സത്യം പറയാം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കുന്നത്. അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ. അവൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഇവിടെ അവർക്കൊരു വീട് സ്ഥലവും എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്?
ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ, ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കണ്ട, നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാണെന്ന് ശ്രമിക്കണ്ട. എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാ. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്, പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാ. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഓഫ്കോഴ്സ് ആളുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഇന്ന് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫാദർ ആണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇത്രത്തോളം സ്റ്റാൻഡ് എടുക്കാനും ഇത്രത്തോളം സംസാരിക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ ആളുടെ സിറ്റുവേഷനാണ്, ആളുടെ അവസ്ഥയാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഫാദർ ഒന്നും ഇവിടെ വന്ന് നിന്നിട്ട് ഇപ്പം ഇത്രത്തോളം സംസാരിക്കുകയൊന്നുമില്ല. ഇവൺ ആ വീഡിയോസ് ഇടുന്ന സമയത്തൊന്നും ഫാദറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ അഗെയിൻസ്റ്റ് നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു സാധനം വന്നില്ല. ഈ ഒരൊറ്റ സാധനമാണ് ഫാദറിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ടൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു അസുഖം എന്നുള്ള ഒരു സാധനം, അതിൻ്റെ മുമ്പിൽ ബാക്കി എല്ലാ കാര്യങ്ങളും വിടുക എന്നുള്ളൊരു സാധനമാണ്. ഇവിടെ ഫാദർ ഹൈലൈറ്റ് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. പോലീസുകാരെൻ്റെ അടുത്ത് കുറേ വിവരങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, എൻ്റെ സ്റ്റോറിയാണ്. പോലീസുകാർ എൻ്റെ അടുത്ത് കുറേ വിവരങ്ങൾ പറഞ്ഞു, എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളുണ്ട്, ആൻഡ് ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ പുറത്തോട്ട് വിടും. നീ അത്ര വലിയ ഡീസൻ്റ് ഒന്നും ആവണ്ട, വലിയ മാന്യനൊന്നും ആവണ്ട, നിനക്ക് നിൻ്റെ ഒരു മുഖമുണ്ട് എന്നൊക്കെ പറയുന്നത്. ആദ്യം തന്നെ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, അത് ക്രിസ്തീയ മതത്തിലുള്ളവരും അല്ലാത്ത മതത്തിലുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനൊരു സാധനം ഒരു ഫാദറിൻ്റെ സൈഡിൽ നിന്ന് പറയുന്നത് ഇസ് കറക്റ്റ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നത് ഇസ് കറക്റ്റ്? കാരണം ഇനി ആരും എന്നോട് ചോദിക്കേണ്ട. പക്ഷേ ഇത് എല്ലാം ഈ ഒരു സാധനം ഇത്രത്തോളം ചോദ്യമാവുന്നത് എന്തുകൊണ്ടാണ് അറിയോ? അവിടെ ഫാദർ എന്ന് പറയുന്നൊരു സാധനം വരുന്നതുകൊണ്ട്. ഫാദർ ആ ഫാദർ നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം. കയ്യിൽ കുരിശുണ്ട്, ലൈക്ക് കൊന്തയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വേറെ മാലുണ്ട്, ഒരു ജപമാല പോലത്തെ സാധനം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊന്തയുണ്ട്. അതും ഇതും പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് ഒരു ഫാദർ പറയേണ്ട, അല്ലെങ്കിൽ ഒരു പറയേണ്ട രീതിയാണോ അത്? എന്നുവെച്ചാൽ അച്ഛാന്ന് തന്നെ വിളിക്കാം. ഈ നമ്മളുടെ കിച്ചുവിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മേ ബി അന്ന് എല്ലാവരും കണ്ടതാണ്, എടുത്ത് സംസാരിച്ചതാണ്, ഞാനും എടുത്ത് സംസാരിച്ചതാണ്. അതിൽ കിച്ചു വളരെ വ്യക്തമായിട്ട് എല്ലാം തുറന്നു പറയുന്നുണ്ട്. അതിൽ കിച്ചു പറയുന്നുണ്ട്, ഞാൻ പണ്ടിങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ കൂടെ, ഒരുപാട് അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ആ കടന്നു പോയ സിറ്റുവേഷനിൽ ഞാൻ പലതും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അവൻ്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ചിട്ടൊക്കെ അവൻ ഭയങ്കര ക്ലിയറായിട്ട് അതിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലുപരി വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് മനസ്സിലാവുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ഇഷ്യൂ ആണ്. ഇവർ പറഞ്ഞു അവിടെ അത് സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് പകരം അത് വേറൊരു തലത്തിലോട്ട് പോയി. ഈവൻ മേ ബി രേണു ആളുടെ വീഡിയോയിൽ പണ്ടിട്ടുണ്ട്, ഇതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്കറിയാം, ഞാൻ പുറത്തിടാം. ഇതിങ്ങനെ ഞാൻ പിടും എന്ന് പറയുക. ആൻഡ് അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? ലൈക്ക് കുറേയൊക്കെ ആളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ആൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് ഡു യു തിങ്ക് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾ പറയാം. എത്രയൊക്കെ ആണെങ്കിലും അധികം മെച്യൂർ ആവാത്തൊരു കുട്ടിയാണ്, എന്തായാലും എന്നെക്കാളും ചെറുതാണ്. അപ്പം അവനിലൊരു തിരിച്ചറിവുണ്ടാക്കുക, ഒരു ബോധമുണ്ടാക്കുക, ഒരു ബോധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് ബാക്കിയുള്ള വ്യക്തികളാണ് ഈ വെട്ടൊന്ന് തുണ്ടനുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫാദറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അവനെ വിളിച്ച് അവനോട് സംസാരിച്ച്, എന്തായാലും ഫാദർ അവന് കോൺടാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റാണ്, നീ വരണം കാണണം എന്ന് പറയുമ്പോൾ ദറ്റ്സ് എ റൈറ്റ് ആംഗിൾ, ഓഫ് കോഴ്സ് എ റൈറ്റ് ആംഗിൾ. പക്ഷെ പകരം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇത്ര ഹാഷായി പറയുമ്പം മേ ബി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവനെ കുറിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടാവുക. ഇവനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതേ കാറ്റഗറിയിൽ തന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ സപ്പോർട്ടേഴ്സ് ആയിരിക്കും. പിന്നെ ഇവനൊരു കുട്ടിയാണ്, ഇവനിപ്പോൾ മാനസികമായിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവനത് നെഗറ്റീവ് എന്ന് പറഞ്ഞ് വിടും. ഇപ്പോൾ ഈ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സൈബർ മീഡിയ ബുള്ളിങ് ആണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ വിടും. പിന്നെ ഇവന് പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി ഇവനെ സംബന്ധിച്ച് ഇതൊക്കെ എന്ത് എന്നുള്ളൊരു ആംഗിളായിരിക്കാം. പക്ഷേ ഇവൻ്റെ സപ്പോർട്ടേഴ്സ് വിൽ ബി ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ ഹേറ്റർ ആണല്ലോ, നിങ്ങൾക്ക് ആലോചിച്ചറിയാം. അപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ ആൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് DM ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഇപ്പോൾ ആളെ ഒരുപാട് ഹേർട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് ആളുടെ കറൻറ്റ് ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ വീക്കാണ്. അപ്പോൾ ഇങ്ങനൊരു കോൺട്രവേഴ്സിയിൽ മറ്റൊരു വ്യക്തി ഇൻ്റർഫിയർ ചെയ്തിട്ട് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നതോടുകൂടി, കാരണം വളരെ മാന്യമായി അവനോട് കൺവേ ചെയ്ത് പറയുകയാണെങ്കിൽ ഫൈൻ. അന്നേരം അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതെന്ത് ഇങ്ങനെ പറയുന്നത്, ഒരു ഫാദർ പറയുന്ന രീതിയാണോ എന്നൊരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഓപ്പോസിറ്റ് പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. ഒരിക്കലും ഫാദറിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഫാദറിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഫാദറിൻ്റെ ഈ അപ്ലോഡ് ചെയ്ത ഇൻ്റർവ്യൂവിൻ്റെ താഴെ കുറച്ച് നെഗറ്റീവ് കമൻസും ഉണ്ട്. പകരം അവിടെ പോയിട്ട് ഹേറ്റ് ചെയ്യുക. ആ ഹേറ്റ് ആളുടെ മെൻ്റൽ ഹെൽത്തിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം വളരെ ഒഫെൻസീവായിട്ടുള്ള അബ്യൂസീവായിട്ടുള്ള കമൻസ് ആണെങ്കിൽ ആളെ മെൻ്റൽ ഹെൽത്തിന് ഒരുപാട്. പണ്ടത്തെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണെങ്കിൽ ഷി കുഡ് ഫേസ് എവറിത്തിങ്. പക്ഷേ ഇന്ന് അതല്ല, ഫിസിക്കലിയും വീക്കാണ്. അപ്പോൾ മെൻ്റലി ഭയങ്കര വീക്കായാൽ ആ സുഖത്തെ കുറച്ചും കൂടെ വേഴ്സ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഇടയിൽ കയറുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാം. ആ പെൺകുട്ടി പിന്നെ എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ട് ഇറങ്ങും? നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. അവന് 22-23 വയസ്സില്ലേ? സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തോളൂ. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ അത് നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്തോളുണ്ട്. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഇപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവര് ഞാൻ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എന്റെ ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. ഇവിടെ നടക്കത്തില്ല. ഒന്നും ശരിയായ പ്രവണതയല്ല. എന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ എയറിൽ കയറ്റി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. പറയുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, ഇവരെ ചവിട്ടി താഴോട്ട് കൊണ്ട്, അതൊക്കെ എന്തിന്റെ നീതിയാ? അതൊന്നും നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ സന്തോഷമായിട്ട് വന്ന് ജീവിക്കുക. അദ്ദേഹത്തിന്റെ വീട് അവിടെ ഉണ്ട്, ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ബെഡ്റൂം ഉണ്ട്, അതിനകത്ത് വന്ന് സന്തോഷമായിട്ട് താമസിക്കുക. പുള്ളിക്കാരന് വയ്യാതിരിക്കുന്ന ആ സഹോദരിയെ, ആരോഗ്യമില്ലാതെ മരണവും ജീവനും ഇടയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ, അവരെ ഇപ്പം ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പിച്ച് ചീന്താനായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ടും വീഡിയോ എടുപ്പിക്കും. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള അഭിപ്രായം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. ഇതിൽ പറഞ്ഞ എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷെ എനിക്ക് ഈ ഒരു ഭാഗങ്ങളും കൂടെ കേൾപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ കേട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ യൂണിവേഴ്സിലോട്ട് ഇറങ്ങി. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വീഡിയോ ഇല്ല. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചറിയാം, ഞാൻ ആ വ്യക്തിയുടെ ഫേസോ ആ വ്യക്തി എൻ്റെ തമ്മനയിൽ പോലും ആ വ്യക്തിയുടെ ഫേസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഐ വാസ് ലൈക്ക് വൈ ഫാദർ ലൈക്ക് ദിസ്? ഫാദർ എന്താ ഇങ്ങനെ പറഞ്ഞത്? ചിലപ്പം എത്രയൊക്കെ ആണെങ്കിലും ഒരു ഫാദർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ആംഗിൾ ഉണ്ട് പല വിഷയങ്ങളിലും സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഫാദർ അത് മറന്ന് സംസാരിച്ചു? എന്തിവിടെ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ എന്നീ തരത്തിലുള്ള ഒരു തോട്ട് ബിഷപ്പ് ഫാദർ നോബലിൻ്റെ കേസിൽ മാത്രം എനിക്ക് വന്നു. മേ ബി ആളുടേതായ ഒരു പോയിന്റ് ഉണ്ടാവും, ആളുടേതായ ഒരു ആംഗിൾ ഉണ്ടാവും. പക്ഷേ എൻ്റെ ആംഗിൾ ആൻഡ് മൈ പോയിന്റ് അബൌട്ട് ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അത് ഇത് തന്നെയാണ്. ഇനി സോഷ്യൽ മീഡിയ. ഇനി എനിക്ക് അടുത്തതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയ എപ്പോഴും നല്ലൊരു സാധനമല്ല. ചില ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ റീൽസൊക്കെ തോന്നുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ മെൻ്റലി ഭയങ്കര വീക്കായി നിന്ന് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തിനാണോ നമ്മൾ ഭ്രാന്ത് പിടിച്ചത്, ആ ഭ്രാന്ത് പിടിച്ച സോഷ്യൽ മീഡിയ റീൽസ് ആയിരിക്കും നമുക്ക് വരിക. ഇപ്പോൾ ഇവൻ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ ചിന്തിക്കുകയോ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് ഞെക്കി നോക്കിയിട്ടുണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാം ഫുള്ള് ആ പ്രൊഡക്റ്റുകളായിരിക്കും. അങ്ങനത്തെ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് റീൽസ് ലൈക്ക് അടിച്ചാലോ ലൈക്ക് അത് തന്നെയാണ് വരിക, തിങ്ക് ചെയ്താലോ അത് തന്നെയാണ് വരിക. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ആൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനത്തെ കുറേ കോണ്ടൻറ്റുകൾ കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ചില നെഗറ്റീവ് സാധനങ്ങൾ കൺമുന്നിൽ പെടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്.
അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുമെന്നാണ് പറയാനുള്ളത്. ഈവൻ ഇനി ഇങ്ങനെ ഇൻ്റർവ്യൂസ് കൊടുക്കുന്ന ആൾക്കാർ, ബാക്കി വീഡിയോ ചെയ്യുന്ന ആൾക്കാരോടൊന്നും പറയാൻ, ഇൻ്റർവ്യൂസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് മാക്സിമം ഇങ്ങനത്തെ ടോപ്പിക്കുകൾ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. രണ്ട് സൈഡിൽ നിന്നും ഈ കോണ്ടന്റുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളുടേതായ, നിങ്ങൾക്ക് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമാണ് ടു ഏൺ മണി, ബിക്കോസ് യു നീഡ് മണി. അത് ബാക്കി എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതവിടെ കടന്നോട്ടെ, അതവിടെ നേടിക്കോട്ടെ, അതിനൊന്നും നമ്മൾ ഒരു തരത്തിലുള്ള ഇതും പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ തരം കോൺട്രവേഴ്സിയിലോട്ട് പോകാണ്ട് അങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസ് ഇടാണ്ട് നിന്നാൽ കുറച്ചും കൂടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പല വ്യക്തികളും ഈ രോഗത്തെ തരണം ചെയ്യാൻ സഹായിച്ചിട്ടുള്ളൊരു സാധനം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മെൻ്റൽ ഹെൽത്ത് തന്നെയാണ്. എല്ലാവരും ഫിസിക്കൽ ഹെൽത്തിൽ അല്ലെങ്കിൽ ഈ ഓപ്പറേഷനിൽ കൂടെ അല്ലെങ്കിൽ ഇതുകൊണ്ട് സെർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മെൻ്റൽ ഹെൽത്ത് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയി നിൽക്കുക, പോസിറ്റീവായി നിൽക്കുക, നല്ല നല്ല കാര്യങ്ങൾ കാണുക, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, അല്ലെ ഇങ്ങനത്തെ കോൺട്രവേഴ്സിയിൽ വരാണ്ട് നിൽക്കുക. അതൊക്കെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു. അതൊക്കെ സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം അത് പല ആംഗിളാണ്. ചിലവരിത് കാണിച്ചോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ചിലവരിത് കാണിക്കേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ കോൺട്രവേഴ്സി വന്നതോടുകൂടി ആ വീഡിയോൻ്റെ അവസാനമൊക്കെ എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു രോഗമല്ല എന്ന ആംഗിളിലോട്ട് വരെ ഇത് എത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, അങ്ങനത്തെ ആംഗിളിലോട്ട് കഴിവതും എത്തും. അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം. പൂ പിടിച്ച് പുഷ്പലതനും കാ പിടിച്ചിട്ട് കമലതളവും ഒക്കെ ആക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ അസുഖമില്ല എന്ന് പറയുന്ന ആംഗിളിലോട്ട് വരെ പലതും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, കോൺട്രവേഴ്സി പരമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ടു ദ കിച്ചു എനിക്ക് പറയാനുള്ള, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലൈഫ് മാറ്റേഴ്സ്. ഇപ്പോഴും ഇങ്ങനെ തെറ്റി നിന്ന് പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയാൽ ഇന്നോ നാളെയോ യു ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് റിഗ്രറ്റ് ഓഫ് ദിസ്. നമുക്ക് എല്ലാ മനുഷ്യനും റിഗ്രറ്റ് തോന്നുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ ആരോട് ഏതൊക്കെ തരത്തിൽ തെറ്റ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും റിഗ്രറ്റ് തോന്നുന്ന ഒരു സ്റ്റേജ് നമ്മളെല്ലാവരുടെ ലൈഫിലും വരും. അങ്ങനെ ഒരു റിഗ്രറ്റ് തോന്നരുത്. അത് തോന്നാതിരിക്കാൻ വേണ്ടിയെങ്കിലും ചെല്ലുക, സോറി പറയുക, ബി എ പാർട്ട് ഓഫ് ഹെൽപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. അവർ പറയുക, എന്നിട്ട് നല്ല രീതിയിലൊരു പോസിറ്റീവ്. നമുക്ക് എല്ലാവരോടും എല്ലാം ക്ഷമിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മളത് ഇങ്ങനെ വിടാൻ ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡും ഭയങ്കര ഹാപ്പി ആവും എന്നാണ് പറയാനുള്ളത്. ഇനി ഒരൊറ്റ കോമഡി സാധനം, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും ഈ ടോപ്പിക്കിനെ റെഫർ ചെയ്തില്ല. കാരണം ഒരാൾ തന്നെ 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ സീക്രട്ട് ഏജൻ്റ് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ആൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടുള്ളൊരു സാധനം ഞാൻ നിങ്ങളൊന്നുകൂടെ കേൾപ്പിച്ചു തരാം. വഹിക്കാനും ഉള്ള ഒരു കഴിവുണ്ടെങ്കിൽ അവനൊരു മനുഷ്യനാണ്. അപ്പം ജീവിതത്തിലുള്ള പരസ്പരം വന്നു പോയിരിക്കുന്ന വീഴ്ചകൾ തീർച്ചയായിട്ടും ക്ഷമിച്ചും വഹിച്ചും മുൻപോട്ട് പോവുകയും, മാത്രമല്ല നമ്മൾ ചെളി വാരി പരസ്പരം എറിയുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് നമ്മുടെ സ്വന്തം ഫാദർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. നമുക്ക് സ്നേഹിക്കാനും ക്ഷമിക്കാനും ഉള്ളൊരു മനസ്സുണ്ടാവണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞ സമയത്ത് അതിൻ്റെ നടുക്ക് വന്ന് നിന്ന് അപ്പുറത്തുനിന്ന് കുറച്ച് ചളി എടുത്തിട്ട് ഇപ്പുറത്തോട്ട് എറിഞ്ഞൊരു വ്യക്തിയാണ് ഫാദർ. അപ്പോൾ ഫാദർ ഇത്രത്തോളം മെച്യൂർ ആയിട്ടുള്ള, ഇങ്ങനെ പല വിഷയങ്ങളിലും സംസാരിക്കുന്ന ഫാദറിനെ സംബന്ധിച്ച് ഈ ചളി എറിയുന്നതിൽ ഉപരി ഫാദർ ചേർത്ത് നിർത്തി 2 പേരുടെയും ചളി ക്ലീൻ ചെയ്തിട്ട് 2 പേരും ഒരുമിച്ച് നിർത്താനുള്ള ഒരു കഴിവ് വേണമായിരുന്നു എന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ പോയേക്കാം. That's it guys. അടുത്ത വീഡിയോ വീണ്ടും കാണാം. Till then it's bye bye from Amiya Unfiltered.